ഹലോ, കോഡ് ഇൻ ടേംസ് ഓഫ് ഗിവൺ പോയിന്റ്സ് എന്ന ചാപ്റ്ററിലെ 7ാമത്തെ പ്രോബ്ലം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ദ ലോക്കസ് ഓഫ് ദ മിഡിൽ പോയിന്റ്സ് ഓഫ് ദ കോഡ്സ് ഓഫ് ദ എലിപ്സ് x square by a square plus y square by b square equal to 1 touching the ellipse x square by a square plus y square by b square equal to 1 is a square into x square by a raised to 4 plus b square into y square by b raised to 4 equal to x square by a square plus y square by b square the whole square. അതായത് ഇവിടെ നമ്മൾ രണ്ട് പരാബോള ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതുപോലെ തന്നെ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഡിനോമിനേറ്ററിൽ വരുന്ന അനദർ പരാബോള. അതില് പരാബോളയല്ല, എലിപ്സ്. അതില് ആദ്യത്തെ എലിപ്സിന്റെ കോഡാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ കോഡ് രണ്ടാമത്തെ എലിപ്സിനെ ടച്ച് ചെയ്യണം. അതായത് രണ്ടാമത്തെ എലിപ്സിന് ഒന്നാമത്തെ എലിപ്സിന്റെ കോഡ് ടാൻജന്റ് ആയിട്ട് വരണം. അങ്ങനെയുള്ള കോഡുകളുടെ മിഡിൽ പോയിന്റ്സിന്റെ ലോക്കസ്, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ് എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ പരാബോളയുടെ കോഡ്, രണ്ടാമത്തെ പരാബോളയെ ടച്ച് ചെയ്യുന്ന കോഡുകൾ, അങ്ങനെയുള്ള ഒരു കോഡിന്റെ മിഡിൽ പോയിന്റ് ആയിട്ട് ഞാൻ x1 y1 എടുക്കുന്നു. അപ്പോൾ x1 y1 എന്ന് പറയുന്നത് ആദ്യത്തെ പരാബോളയുടെ കോഡിന്റെ ഒരു മിഡ് പോയിന്റ് ആണ്. അപ്പോൾ x1 y1 മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന കോഡിന്റെ ഇക്വേഷൻ അത് t1 ഈക്വൽ ടു s1 ആണ്. അതായത് എലിപ്സിന്റെ കേസിൽ x(x1) by a square plus y(y1) by b square minus 1 equal to x1 square by a square plus y1 square by b square minus 1. രണ്ട് സൈഡിലെയും -1 ക്യാൻസൽ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ കോഡ്, ഇക്വേഷൻ 1 എന്ന കോഡ് രണ്ടാമത്തെ എലിപ്സിന് ടാൻജന്റ് ആയിട്ട് വരണം. രണ്ടാമത്തെ എലിപ്സിനെ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലിപ്സിന് ടാൻജന്റ് ആയിട്ട് വരണം. അങ്ങനെ ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് തീറ്റ ആയിട്ട് എടുക്കുക. ഒരു എലിപ്സിലെ തീറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ a cos തീറ്റ b sin തീറ്റയാണ്. രണ്ടാമത്തെ എലിപ്സിലെ എയും ബിയും ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയുമാണ്. അപ്പൊ രണ്ടാമത്തെ എലിപ്സിലെ തീറ്റ പോയിന്റ് a cos തീറ്റ b sin തീറ്റ. ആ പോയിന്റിലെ ടാൻജന്റ് ആണ് ഈ ആദ്യത്തെ എലിപ്സിന്റെ കോഡ്. അപ്പൊ ഞാൻ അല്ലാതെ തന്നെ ഈ രണ്ടാമത്തെ എലിപ്സിന്റെ a cos തീറ്റ b sin തീറ്റ എന്ന പോയിന്റിലെ ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതുന്നു. നമുക്കറിയാം x1 y1 എന്ന പോയിന്റിലെ ടാൻജന്റിന്റെ ഇക്വേഷൻ x(x1) by a square plus y(y1) by b square equal to 1 ആണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ x1 പകരം a cos തീറ്റ by a square, ക്യാപിറ്റൽ a square. അപ്പോൾ ഒരു a ക്യാൻസൽ ചെയ്ത് പോകും. y(y1) by b square, അവിടെയും ഒരു b ക്യാൻസൽ ചെയ്ത് പോകും, ഈക്വൽ ടു 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 അത് സെയിം ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തത് ആദ്യത്തെ ആദ്യത്തെ എലിപ്സിന്റെ കോഡ് വിത്ത് x1 y1 ആസ് മിഡ് പോയിന്റ്. ഈ ഇക്വേഷൻ ഫോം ചെയ്തത് ആ സെയിം കോഡ് a cos തീറ്റ b sin തീറ്റ എന്ന പോയിന്റിലെ ടാൻജന്റ് ആയിരിക്കും എന്ന ഡേറ്റ ഉപയോഗിച്ച്. അപ്പൊ രണ്ട് ഇക്വേഷനും സെയിം ലൈനിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ റേഷ്യോ ഈക്വൽ ടു വൈയുടെ കോഎഫിഷ്യന്റിന്റെ റേഷ്യോ ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേമിന്റെ റേഷ്യോ എന്ന് കിട്ടും. അപ്പൊ സെക്കൻഡ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് cos തീറ്റ ബൈ a ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് x1 by a square ഈക്വൽ ടു sin തീറ്റ ബൈ b ഡിവൈഡഡ് ബൈ y1 by b square ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ x1 square by a square plus y1 square by b square. ഈ ഫസ്റ്റ് റേഷ്യോ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എ സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് വരും. അപ്പോൾ എ സ്ക്വയർ cos തീറ്റ ഡിവൈഡഡ് ബൈ എ x1. സെക്കൻഡ് റേഷ്യോ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ബി സ്ക്വയർ സൈൻ തീറ്റ ബൈ y1 b ഈക്വൽ ടു 1 ബൈ x1 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് cos തീറ്റ കണ്ടുപിടിക്കാം. cos തീറ്റ ഈക്വൽ ടു a x1 ബൈ
a square into x1 square by b a square plus y1 square by b square. Second and third compare ചെയ്യുമ്പോൾ equate ചെയ്യുമ്പോൾ sin theta equal to by1 by b square into x1 square by a square plus y1 square by b square. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കോസ് തീറ്റയുടെ വാല്യൂ സൈൻ തീറ്റയുടെ വാല്യൂ. ഇനി നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. കോസ് തീറ്റയ്ക്ക് ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈൻ തീറ്റയ്ക്ക് ഈ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് എ സ്ക്വയർ x1 സ്ക്വയർ ബൈ എ റേസ് ടു 4 ഇൻറ്റു x1 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു y1 സ്ക്വയർ divided by b raised to 4 into x1 square by a square plus y1 square by b square the whole square equal to 1. ഇതില് ഈ ടേം രണ്ട് ടേമിലും കോമൺ ആയിട്ടുണ്ട്, അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എ സ്ക്വയർ x1 സ്ക്വയർ ബൈ എ റേസ് ടു 4 പ്ലസ് ബി സ്ക്വയർ y1 സ്ക്വയർ ബൈ ബി റേസ് ടു 4 ഈക്വൽ ടു x1 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ലോക്കസ് ഓഫ് x1 y1 എന്ന് പറയുമ്പോൾ x1 പകരം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, y1 പകരം y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് അങ്ങനെയുള്ള കോഡുകളുടെ ലോക്കസ്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. താങ്ക് യു.